കണ്ടന്റ് മറന്നു പോകാറില്ല സ്റ്റേജ് വെച്ച്. അയ്യോ ഇന്നത്തെ കൂടെ മറന്നുണ്ട്. ഞാൻ സ്കിറ്റ് 3 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ക്ലൈമാക്സ് അടിക്കാൻ പോയി. ക്ലൈമാക്സ് എടുത്ത് ചാടുന്ന ഇവൻ മറ്റേ ബഞ്ചി ജമ്പിങ് ലാസ്റ്റ് ഞാൻ താഴോട്ടെടുത്ത് ചാടുന്ന ഇവൻ നേരെ ചാടാൻ വേണ്ടിട്ട് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ ചാടും. അപ്പൊ ഞാൻ പിടിച്ചു മാറ്റിയിട്ട് കണക്ഷൻ ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ടും ഇവൻ പറയുന്നില്ല ബെൽറ്റ് ഒക്കെ താഴെ ഞാൻ ചാടാൻ പോട്ടെ. എനിക്ക് സ്ക്രിപ്റ്റ് ഓർമ്മയില്ല, ഞാൻ ചാടാൻ പോട്ടെന്ന്. എനിക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിൽക്കില്ല. കാര്യം എന്റെ കയ്യിൽ നിന്നാ പോയെന്ന്. കാര്യം ഇവൻ ഇങ്ങനെ ഒരു പിടി ഇങ്ങനെ ഞാൻ പിന്നെ മുറുക്കി പിടിച്ച് വലിച്ച് ദേഷ്യം എല്ലാം കൂടെ പിടിച്ച് എന്നിട്ട് ചെവി കയറി ഞാൻ പറഞ്ഞു കൊടുത്ത് കേൾക്കാം അവർക്ക്. എന്നാലും ഞാൻ ലേശം ഒന്ന് പതുക്കെ വെച്ചിട്ട് പറഞ്ഞു. പക്ഷെ ആ കൗണ്ടർ പോയി. അതെന്താണേലും പോകുന്ന എനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ മൊത്തം അങ്ങ് പോയാൽ അവിടെ ശരിക്കും ഇവിടുത്തെ ഏറ്റവും റിസ്ക് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ വിലാസിനിയൊക്കെയാളും സ്കിറ്റ് കളിച്ച് കാണിക്കുമ്പോൾ നമ്മൾ ഈ കയറാൻ നിൽക്കുമ്പോഴാണ് നമ്മളിങ്ങനെ വിചാരിക്കും സ്കിറ്റാണെങ്കിൽ ഒരാളോടുണ്ടല്ലോ ഷെയർ ചെയ്യാൻ, അവർ തരുന്ന സാധനത്തിന് പകുതി ഓർത്താൽ മതിയില്ലെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഈ രണ്ടുപേരും തമ്മിലുള്ള സിങ്ക് ആണല്ലോ. നമ്മുടെ അടുത്ത് പെയർ ചെയ്യുന്ന ആളെ ഒരു 50% നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. സഹോദരനാണെന്നല്ലായിരിക്കും പറഞ്ഞാലും ഇവനെന്റെ സഹോദരനാണെന്ന് പറഞ്ഞാലും ഇവന്റെ മൈൻഡിൽ കൂടെ എന്താ പോകുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. നല്ല കാര്യങ്ങളൊക്കെ